ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുർത്തി മെറ്റീരിയലിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്, ഈ കാണുന്നത് പോലെ. ഈ സെയിം ഡിസൈൻ തന്നെ ഞാൻ ഇതിൻ്റെ താഴത്തെ പാർട്ടിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിസൈൻ എങ്ങനെയാണ് ആദ്യം ക്ലോത്തിലേക്ക് വരക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സ്വന്തമായിട്ട് ഡിസൈൻ വരക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിൽ നോക്കിയാൽ ഒരുപാട് ഇതുപോലത്തെ ഡിസൈൻസ് കിട്ടും. അപ്പോൾ അതുപോലെ ഒരു ഡിസൈൻ പ്രിൻ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു യെല്ലോ കാർബൺ വെച്ചിട്ട് നമുക്കത് ക്ലോത്തിലേക്ക് ആ പിക്ചർ ട്രാൻസ്ഫർ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പം ലൈറ്റ് യെല്ലോ കളറിൽ പിക്ചർ ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ മേലെ കൂടെ തന്നെ എംബ്രോയ്ഡറി ചെയ്താൽ മതി. ഇപ്പോൾ ക്യാമറയിൽ ക്ലിയർ ആവാത്തതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഒരു ഫ്രിക്ഷൻ പെന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ വരക്കുന്നുണ്ട്. ഫ്രിക്ഷൻ പെന്ന് വെച്ച് വരക്കുന്നതുകൊണ്ട് നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞിട്ട് അത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വരച്ചത് മാഞ്ഞു പോയിക്കോളും. ഇപ്പോൾ ഡിസൈൻ മുഴുവൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതിൽ ലീഫെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ ത്രെഡും ഫ്ലവർ ചെയ്യാൻ റെഡ് കളറുമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ എംബ്രോയ്ഡറി ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം ഞാൻ ഈ സ്റ്റെമ്മ് ചെയ്ത് കാണിക്കാം. സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ബേസിക് എംബ്രോയ്ഡറി സ്റ്റിച്ചസിൽ സ്റ്റെം സ്റ്റിച്ചൊക്കെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഈ ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എല്ലാം ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ലീഫിന് ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. മുമ്പ് ഞാൻ പല ടൈപ്പ് ലീവ്സ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും കാണിച്ചിട്ടുണ്ട് ഫിഷ് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇനി ഫ്ലവർ ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പം സാറ്റിൻ സ്റ്റിച്ചിൻ്റെയും ഞാൻ മുമ്പൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്.
പെറ്റൽസും അതുപോലെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടും. ബാക്കിയുള്ള ഫ്ലവേഴ്സും ഞാൻ അതുപോലെ ചെയ്തു. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗത്ത് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. യെല്ലോ കളർ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഈ ചെറിയ ലീവ്സ് നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ കുർത്തിയുടെ ടോപ്പ് പാർട്ടിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.